നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 42-ാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിക്രമാദിത്യ കഥയിൽ ഇതുവരെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഭോജരാജാവ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ആ സുവർണ സിംഹാസനത്തിലേറാൻ 5 വട്ടം ശ്രമിച്ചിട്ടും സിംഹാസനത്തിന് കാവൽ നിന്നിരുന്ന 32 പ്രതിമകളിൽ 5 പ്രതിമകളും ഭോജരാജനെ ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും വിക്രമാദിത്യൻ്റെ ഓരോ വീരകഥകൾ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് വരെയാണ്. എന്നാൽ നമ്മുടെ ഭോജരാജൻ ഒട്ടും വിട്ടുകൊടുക്കാൻ അങ്ങോട്ട് തയ്യാറല്ലായിരുന്നു. ഇന്ന് വീണ്ടും ആ സിംഹാസന ആരോഹണത്തിന് തയ്യാറായി പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു വരും. അപ്പോ 6ാമത്തെ സാലഭഞ്ജിക തടഞ്ഞു നിർത്തുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ അടുത്ത ദിവസവും പതിവ് പോലെ നമ്മുടെ ഭോജരാജൻ സിംഹാസനത്തിലേറാൻ തയ്യാറായി പരിവാര സമേതം അങ്ങടെ എഴുന്നള്ളി 5 പടികൾ തടസ്സങ്ങളൊന്നുമില്ലാതെ കയറി. 6ാമത്തെ പടിയിൽ കാൽ തൊട്ട നേരം അവിടെ കാവൽ നിന്ന സാലഭഞ്ജിക ഭോജരാജനെ വീണ്ടും തടഞ്ഞു. രസിക എന്നായിരുന്നു ആ സാലഭഞ്ജികയുടെ പേര്. ഉടനെ രസിക എന്ന ആ സാലഭഞ്ജിക ഭോജരാജനോട് ചോദിച്ചു, കഴിഞ്ഞ 5 ദിവസവും അങ്ങയോട് ഈ സിംഹാസനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടും അങ്ങ് ഈ സാഹസ കൃത്യത്തിൽ നിന്നും പിന്മാറാൻ ഒരുക്കമല്ലെന്നോ എന്ന് ചോദിച്ചു. ഉടനെ നമ്മുടെ ഭോജരാജൻ ആ സാലഭഞ്ജികയോട് പറഞ്ഞു, ഹോ, ഇത് കുറെ കഷ്ടാണ്. വിക്രമാദിത്യ മഹാരാജാവ് വാണരുളിയ സിംഹാസനമാണ്. അദ്ദേഹം ആള് വലിയ കേവനായിരുന്നു. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ എത്രയോ രാജാക്കന്മാർ കേവന്മാരായിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് അദ്ദേഹവും എന്ന് കൂട്ടിയാ പോരെ എന്ന് ഭോജരാജാവ് ചോദിച്ചു. വിക്രമാദിത്യ മഹാരാജാവിനോട് മറ്റ് ഏത് രാജാവിനെയാണ് അങ്ങ് തുലനം ചെയ്യാൻ തുനിയുന്നത്? ആ മഹത്വത്തിന് മുന്നിൽ മറ്റെല്ലാവരും തൃണത്തിന് സമാനമാണ്. അത് കേട്ട് നമ്മുടെ ഭോജരാജൻ ചോദിച്ചു, അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഭോജരാജന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ രസിക കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് മറ്റൊരു 6 മാസത്തിനൊരുങ്ങി. ഭട്ടിയും വേതാളവും ഒന്നിച്ച് വിക്രമാദിത്യ മഹാരാജാവ് പടിഞ്ഞാറൻ ദിക്കിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. അതുവരെ സന്ദർശിക്കാത്ത ഒരു ഭൂവിഭാഗത്തിലൂടെയായിരുന്നു യാത്ര. അങ്ങനെ നടന്ന് അതിമനോഹരമായ ഒരു പൊയ്കയുടെ തീരത്ത് അവരെത്തി. തെളിഞ്ഞ വെള്ളം, തടാകത്തിന് ചുറ്റും നിറയെ ആൽമരങ്ങൾ വളർന്നു നിന്നിരുന്നു. കണ്ണിനും കരളിനും കുളിർമയുണർത്തുന്ന ആ കാഴ്ചകളിൽ അടിഞ്ഞ് നമ്മുടെ വിക്രമാദിത്യൻ കുറേ നേരം അങ്ങനെ ചുറ്റി നടന്നു. 2 നാഴികയിലേറെ വിസ്തീർണമുണ്ടായിരുന്നു ആ തടാകത്തിന്. അങ്ങനെ ആ ജലാശയത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മുന്നിൽ ഒരു ഒറ്റയടിപ്പാത കണ്ടു. അതിലൂടെ നടന്ന് അവർ ഒരു അരയാൽ മരത്തിന് ചുവട്ടിലെത്തി. ഇതുവഴി ആളുകൾ സ്ഥിരമായി നടന്നു പോകാറുണ്ടെന്ന് തോന്നുന്നു എന്ന് ആ പാതയിലേക്ക് കണ്ണോടിച്ച് നമ്മുടെ വിക്രമാദിത്യൻ ഭട്ടിയോട് പറഞ്ഞു. പക്ഷേ ഇതിലൂടെ കൂടുതലായി ജനസഞ്ചാരമുണ്ടെന്ന് തോന്നുന്നില്ല. നടവഴിയിൽ ഇടയ്ക്കിടെ പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ഭട്ടി മറുപടിയായി വിക്രമാദിത്യനോട് പറയുകയും ചെയ്തു. അങ്ങനെ അരയാൽ മരത്തിന് താഴെ ഭട്ടിയുടെ മടിയിൽ തല വച്ച് വിക്രമാദിത്യൻ അങ്ങട് നീണ്ട നിവർന്ന് കിടന്നു. ആ സമയത്ത് തടാകത്തിന്റെ ഒരു കോണിൽ നിന്ന് കലപിലേ ചിരിക്കുന്ന ശബ്ദമുയർന്നു. ഒരു സംഘം യുവതികൾ കുളി കഴിഞ്ഞ് ഈറൻമുടി ചിക്കിക്കൊണ്ട് ആ വഴിയിലൂടെ കയറി വരികയാണ്. ഏറ്റവും മുന്നിൽ നടന്ന യുവതിക്ക് അസാമാന്യമായ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ആ പൊയ്കയിൽ നിന്ന് പറിച്ചെടുത്ത താമരപ്പൂവുമായി നടന്നു വരുന്ന അവളുടെ ചലനങ്ങൾക്ക്
സവിശേഷമായൊരു ഭംഗിയുണ്ടായിരുന്നു. അവളുടെ തോഴിമാരാകും കൂടെയുള്ളത് എന്ന് വിക്രമാദിത്യൻ അങ്ങോട്ട് ഊഹിച്ചു. അങ്ങനെ ആ ആൽമരത്തിന് മുന്നിലുള്ള ഒറ്റയടി പാതയിലൂടെ നടന്നു പോയ അവർ ആ ആൽച്ചുവട്ടിൽ കണ്ട രണ്ട് യുവാക്കളെയും നല്ലതുപോലെ ശ്രദ്ധിച്ചു. സംഘത്തിലെ നായിക വിക്രമാദിത്യനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. വിക്രമാദിത്യനും പകരം ഒരു പുഞ്ചിരി അങ്ങോട്ട് നൽകി. കയ്യിലുണ്ടായിരുന്ന താമരപ്പൂ അവൾ മുകളിലേക്കിട്ട് പിടിച്ചു. എന്നിട്ട് അവൾ വിക്രമാദിത്യനെ ഒന്ന് നോക്കി. പക്ഷേ അവൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വിക്രമാദിത്യൻ സഹോദരനും മന്ത്രിയുമായ നമ്മുടെ ഭട്ടിയോട് ചോദിച്ചു. താമരപ്പൂ പന്ത് കളിക്കുന്ന രീതിയിൽ മുകളിലേക്കിട്ട് പിടിച്ചതിൻ്റെ അർത്ഥം തൻ്റെ പേരാണ് അവൾ പറഞ്ഞത്. പേര് ലീലാവതി എന്നാകാനാണ് സാധ്യത എന്ന് ഭട്ടി മെല്ലെ വിക്രമാദിത്യനോട് പറഞ്ഞു. വൈകാതെ അവൾ അവളുടെ കയ്യിലിരുന്ന ആ താമരപ്പൂ അവളുടെ നെഞ്ചോടമർത്തി. അവൾക്ക് അങ്ങയോട് ഇഷ്ടമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് എന്ന് ഭട്ടി സൂചന നൽകി. അവൾ ആ താമരപ്പൂവിനു മേൽ കൈ തൊട്ട് തൻ്റെ നെറ്റിയിൽ ഒരു കുറി വരച്ചു. അത് കണ്ട് ഭട്ടി പറഞ്ഞു, അവളുടെ അച്ഛൻ്റെ പേര് തിലകപത്മൻ എന്നാകാം എന്ന് പറഞ്ഞു. കുറച്ച് മണൽ കൂട്ടി വച്ച് അതിനു മുകളിൽ ഒരു ഓട് കമഴ്ത്തി വച്ച് അതിനു മുകളിൽ ആ താമരപ്പൂ സ്ഥാപിച്ചതിന് ശേഷം അവൾ നടന്നകന്നു. ഈ വഴി പോയാൽ ഓടിട്ട ഒരു മാളികയുണ്ട്. അതിൻ്റെ 2ാം നിലയിലാണ് അവളുടെ താമസം എന്ന് ഭട്ടി വീണ്ടും അവളുടെ മനസ്സിലുള്ളത് വിക്രമാദിത്യനോട് വിവർത്തനം ചെയ്തു. അവൾ അവിടെ നിന്നും പോയതിനു ശേഷം വിക്രമാദിത്യൻ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇത്തവണത്തെ കാടാറുമാസം കഴിച്ചു കൂട്ടാനുള്ള വകയായി. എന്താ, നമുക്ക് പുറപ്പെടുകയല്ലേ എന്ന് വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. അത് കേട്ട് ഭട്ടി ഒന്ന് പുഞ്ചിരിച്ചു. സാഹസികത തേടിച്ചെല്ലുന്ന സ്വഭാവമാണല്ലോ നമ്മുടെ വിക്രമാദിത്യനുള്ളത്. അങ്ങനെ അവർ ഇരുവരും ആ ഒറ്റയടി പാതയിലൂടെ മുന്നോട്ടു നീങ്ങി. ഒടുക്കം നടന്നവർ ചേടി എന്ന ഒരു രാജ്യത്തെത്തി. പ്രധാന വീതിയിൽ തന്നെ ഇടതുവശത്തായി 2 നിലയുള്ള മുകളിൽ ഓടിട്ട ഒരു കെട്ടിടം അവർ കണ്ടു. അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് തിലകപത്മൻ എന്ന രത്നവ്യാപാരിയുടെ ഗൃഹമാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ നമ്മുടെ വിക്രമാദിത്യനും ഭട്ടിയും വൃദ്ധ പണ്ഡിതരുടെ വേഷമെടുത്ത് നേരെ ആ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. തിലകപത്മൻ എന്ന രത്നവ്യാപാരി വലിയ ധനികനും അതേസമയം അതിഥി സൽക്കാര പ്രിയനുമായിരുന്നു. അങ്ങനെ തിലകപത്മൻ എന്ന വ്യാപാരി അതിഥിയായി വന്ന 2 വൃദ്ധ പണ്ഡിതരെയും സ്വീകരിച്ചിരുത്തി. എന്നിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പാൻ മകളോട് പറഞ്ഞു. മുന്നിൽ ഇലയിട്ട് ചമ്രം പടിഞ്ഞിരുന്ന വൃദ്ധ പണ്ഡിതർക്ക് ലീലാവതി ആഹാരം വിളമ്പി. വേഷം മാറിയാണ് അവർ എത്തിയതെങ്കിലും നമ്മുടെ ലീലാവതിക്ക് വിക്രമാദിത്യനെ വേഗത്തിൽ മനസ്സിലായി. ഭക്ഷണത്തിനിടയിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് തിലകപത്മൻ പണ്ഡിതന്മാരോട് ചോദിച്ചു. താമസിക്കാൻ ഒരു ക്ഷേത്ര സങ്കേതം തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഭട്ടി പറഞ്ഞു. ആ ക്ഷണത്തിൽ ഭട്ടിയുടെ ഇലയിൽ ലീലാവതി ഒരു ചെറിയ കഷ്ണം കരിമ്പ് വിളമ്പി. ഉടനെ നമ്മുടെ ഭട്ടി തല കുലുക്കിയിട്ട് ആ കരിമ്പ് അങ്ങോട്ട് ഭക്ഷിച്ചു. വൈകാതെ തിലകപത്മന്റെ ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ, ഇനി നാം എങ്ങോട്ടാണ് പോവുക എന്ന് ഭട്ടിയോട് ചോദിച്ചു. ക്ഷേത്രത്തിന് സമീപം മധുരനായകി എന്നൊരു പെൺകുട്ടിയുടെ വീടുണ്ട്. ലീലാവതിയുടെ ദാസിയാണവൾ. നമുക്ക് അവിടേക്ക് പോകാം എന്ന് ഭട്ടി പറഞ്ഞു. പക്ഷേ ഈ വിവരം അങ്ങ് എങ്ങനെ മനസ്സിലാക്കി എന്ന് വിക്രമാദിത്യൻ വളരെയധികം അത്ഭുതത്തോടെ ഭട്ടിയോട് ചോദിച്ചു. അത് ഞാൻ താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ ലീലാവതി പെട്ടെന്ന് ഒരു കഷ്ണം കരിമ്പ് എൻ്റെ ഇലയിൽ വിളമ്പിയില്ലേ. മധുരനായകിയെ സമീപിക്കുക എന്നാണ് അതിനർത്ഥം. അവൾ നമുക്ക് താമസിക്കാൻ വേണ്ട ഏർപ്പാടുകൾ അവിടെ ചെയ്തിട്ടുണ്ടാവണം എന്ന് ഭട്ടി വിശദീകരിച്ചു. അവരങ്ങനെ മധുരനായകിയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ലീലാവതി മധുരനായകിയോട് നേരത്തെ തന്നെ പറഞ്ഞ് ശഠം കെട്ടിയിട്ടുള്ളതിനാൽ മധുരനായകി ഇരുവരെയും ഉപചാരപൂർവം അങ്ങോട്ട് സ്വീകരിച്ചിരുത്തി.
അതിനുശേഷം ലീലാവതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മധുരനായകി അവരോട് പറഞ്ഞു. 5 വയസ്സുള്ളപ്പോൾ ലീലാവതിയുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചതാണ്. മറ്റൊരു വ്യാപാരിയായ കതിരേശന്റെ മകൻ സുഗതനുമായിട്ടായിരുന്നു ആ വിവാഹ നിശ്ചയം. പക്ഷേ അതിനുശേഷം 1-2 വർഷത്തിനകം നമ്മുടെ സുഗതൻ നാട് വിട്ടുപോയി. പിന്നീട് അവനെ പറ്റി അറിവൊന്നുമില്ല. അവൾക്ക് തിരിച്ചറിവാകുന്ന കാലത്തിന് മുൻപ് തന്നെ വിവാഹം പറഞ്ഞുറപ്പിച്ചു എന്ന തെറ്റിന്റെ ശിക്ഷ അവൾ അനുഭവിക്കുകയാണ്. മറ്റാർക്കും അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവളുടെ അച്ഛൻ സമ്മതിക്കണമില്ല. അത് വാക്കു വ്യത്യാസമാകുമല്ലോ എന്നെങ്കിലും സുഗതൻ തിരിച്ചു വരുമെന്ന് കരുതി അവളുടെ പിതാവ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ലീലാവതിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ വിക്രമാദിത്യനും ഭട്ടിയും അടുത്ത ദിവസം തന്നെ അവളുടെ പിതാവായ തിലകപത്മനെ സന്ദർശിച്ചു. പക്ഷേ ഇത്തവണ നമ്മുടെ വിക്രമാദിത്യനും ഭട്ടിയും അവളുടെ പിതാവിനെ സന്ദർശിച്ചത് വൃദ്ധവേഷത്തിലായിരുന്നില്ല. ഭട്ടി ഒരു ധനികനായ രത്നവ്യാപാരിയുടെ വേഷമെടുത്തു. എന്നാൽ നമ്മുടെ വിക്രമാദിത്യനാവട്ടെ സുന്ദരിയായൊരു യുവതിയുടെ രൂപത്തിലുമാണ് അവിടെ ചെന്നത്. തൻ്റെ ഗൃഹത്തിലെത്തിയ അതിഥികളെ വേഗം തിലകപത്മൻ സ്വീകരിച്ചിരുത്തി. ഉടനെ ഭട്ടി തിലകപത്മനോട് പറഞ്ഞു, കുന്തളദേശത്ത് നിന്ന് വരുന്ന ഒരു രത്നവ്യാപാരിയാണ് ഞാൻ. ഇതെൻ്റെ മകൾ വിക്രമി. ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. അങ്ങും ഒരു രത്നവ്യാപാരിയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമായി. എന്തായാലും നമ്മൾ ഒരേ വർഗക്കാരാണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ തിലകപത്മൻ ചോദിച്ചു, ഇനി പറയൂ, എന്താണ് അങ്ങയുടെ വിഷമം എന്ന് ചോദിച്ചു. എൻ്റെ മകൾ വിക്രമിയുടെ വിവാഹം അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ കഴിഞ്ഞതാണ്. പക്ഷേ ഇവളെ വിവാഹം കഴിച്ച വരൻ ആനന്ദൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ടു. അവനെ പറ്റി ഇപ്പോൾ യാതൊരു വിവരവുമില്ല. അയാളെ തേടി പിടിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവളെയും കൂട്ടി ഈ രാജ്യം മുഴുവനും സഞ്ചരിക്കുക അത്ര എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോയി വരുന്നത് വരെ എൻ്റെ ഈ മകളെ ഇവിടെ അങ്ങയുടെ ഗ്രഹത്തിൽ അങ്ങോട്ട് പാർപ്പിക്കണം എന്ന് ഭട്ടി അഭ്യർത്ഥിച്ചു. ഇത് കേട്ട ഉടനെ നമ്മുടെ തിലകപത്മൻ പറഞ്ഞു, ഇത് വളരെ അത്ഭുതമായിരിക്കണം. എനിക്കും അങ്ങയുടെ അതേ അവസ്ഥ തന്നെയാണ്. എൻ്റെ മകളുടെയും വിവാഹ നിശ്ചയം നന്നേ ചെറുപ്പത്തിൽ കഴിഞ്ഞെങ്കിലും അയാൾ ഇപ്പോൾ സ്ഥലത്തില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. എന്തായാലും അങ്ങയുടെ മകൾ ഇവിടെ നിൽക്കട്ടെ. എൻ്റെ മകൾക്കും അങ്ങയുടെ മകൾക്കും ഒരു കൂട്ടാവും. എന്തായാലും അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരുമാണല്ലോ എന്ന് തിലകപത്മൻ പറഞ്ഞു. അങ്ങനെ വിക്രമിയെ ആ ഗൃഹത്തിൽ വിട്ട് ഭട്ടി തിരികെ മധുരനായകയുടെ വീട്ടിൽ പോയി അവിടെ താമസിച്ചു. ആ സമയത്ത് വിക്രമിയെ നമ്മുടെ ലീലാവതി പുഞ്ചിരിയോടെ സ്വീകരിച്ചു. തൻ്റെ സ്വന്തം മാളികയിൽ തന്നെ അവൾക്ക് താമസ സൗകര്യവും നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ നാട്ടിലെ രാജാവ് ഒരു നഗരപ്രദക്ഷിണത്തിനിറങ്ങി. രാജാവിൻ്റെ നഗരപ്രദക്ഷിണം ഒരു ഉത്സവം പോലെയാണ്. അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും രാജാവിനെ ഒരു നോക്ക് ദർശിക്കാൻ വഴിയുടെ ഇരുവശവും അങ്ങനെ കാത്തിരിക്കും. എന്നാൽ രാജാവാകട്ടെ കുതിരവണ്ടിയിൽ ഉയർത്തിക്കെട്ടിയ പീഠത്തിലിരുന്ന് പ്രജകളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പതിവ്. അന്നും പതിവ് പോലെ നഗര സന്ദർശനത്തിനിറങ്ങിയ രാജാവ് വഴിയുടെ ഇരുവശത്തും നിന്ന ജനങ്ങളെ കൈവീശി കാട്ടി രഥത്തിൽ അങ്ങനെ നീങ്ങുകയായിരുന്നു. പെട്ടെന്ന് തിലകപത്മന്റെ മാളികയിലെ മട്ടുപ്പാവിൽ തനിക്ക് പുറം തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന 2 യുവതികളെ രാജാവ് കണ്ടു. അവർ രാജാവിനെ തിരിഞ്ഞ് നോക്കുന്നതേയില്ല. രാജാവിന് അത്ഭുതവും അതിലേറെ കോപവും തോന്നി. നാട് മുഴുവനും തൻ്റെ വരവിന് അഭിവാദ്യം നേർന്നും തൻ്റെ ആഡംബര രഥം കണ്ട് ആർപ്പ് വിളിച്ചും ആഘോഷിക്കുമ്പോൾ അതൊന്നും അറിയാതെ അവർ രണ്ടുപേരും ചിരിച്ച് കളിച്ച് സംസാരിച്ച് നിൽക്കുകയാണ്. അവർ രഥത്തിന് നേരെ ഒന്ന് കണ്ണോടിക്കുന്നത് പോലുമില്ല. അത് തിലകപത്മന്റെ മകൾ ലീലാവതി അല്ലേ നമ്മെ ഗൗനിക്കാതെ ആ മട്ടുപ്പാവിൽ നിൽക്കുന്നത് എന്ന് രാജാവ് സമീപത്ത് നിന്ന ഒരു സേവകനോട് ചോദിച്ചു. അതെ,
എന്ന് സേവകൻ ഭയഭക്തിയോടെ പറഞ്ഞു. ഓഹോ, അപ്പോ കൂടെയുള്ളതോ എന്ന് രാജാവ് ചോദിച്ചു. അത് അവിടെ താമസിക്കുന്ന മറ്റൊരു പെണ്ണാണ് എന്ന് ആ സേവകൻ അങ്ങോട്ട് പറഞ്ഞു. ആട്ടെ, ലീലാവതിയുമായി ബാല്യത്തിലെ വിവാഹം നിശ്ചയിച്ച അയാള് തിരിച്ചു മടങ്ങി വന്നോ എന്ന് രാജാവ് വീണ്ടും ചോദിച്ചു. ഇല്ല എന്ന് ആ സേവകൻ പറഞ്ഞു. രാജാവ് ഒന്ന് ഇരുത്തി മൂളി. എന്നിട്ട് രാജാവ് ആ സേവകനോട് പറഞ്ഞു, പ്രായപൂർത്തിയായിട്ടും വിവാഹം നടക്കാത്തതിനാൽ വിഷാദിച്ച് കഴിയുകയാണ് ലീലാവതി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോ ഇവിടെ ഇന്ന് ഞാൻ കാണുന്നത് ആനന്ദത്തോടെ ആമോദത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ലീലാവതിയെ കാണുന്നത്. അതിനർത്ഥം അവൾക്ക് മറ്റേതെങ്കിലും കാമുകനോട് ഒരു താല്പര്യം ഉണ്ടെന്നല്ലേ? ഒരുപക്ഷെ രഹസ്യമായിട്ട് മറ്റാരെങ്കിലുമായി അവളുടെ വിവാഹം നടന്നു കാണാനും മതി എന്ന് രാജാവ് പറഞ്ഞു. അന്ന് തന്നെ രാജാവ് തിലകപത്മനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, തിലകപത്മൻ, നിങ്ങളുടെ മകളുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അയാള് മടങ്ങി വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, അവൻ പോയിട്ട് 10-12 വർഷമായി, ഇതുവരെ വിവരമൊന്നുമില്ല എന്ന തിലകപത്മൻ വളരെ ഭവ്യതയോടെ രാജാവിനോട് പറഞ്ഞു. അത് ശരിയായൊരു മറുപടിയല്ല. ഒന്നുകിൽ അവൻ മടങ്ങി വന്ന് കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ രഹസ്യമായി മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചു കാണും എന്ന് രാജാവ് വളരെ ഗൗരവത്തോടെ അങ്ങോട്ട് ചോദിച്ചു. ഇല്ല, രണ്ടും ഉണ്ടായിട്ടില്ല. അവിടുന്ന് അങ്ങനെ കൽപ്പിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അടിയന് മനസ്സിലാവുന്നില്ല എന്ന് തിലകപത്മൻ വളരെ വിഷമത്തോടെ ചോദിച്ചു. പക്ഷേ നമ്മുടെ രാജാവിൻ്റെ കോപം മൂക്കത്താണ്. അദ്ദേഹം ശബ്ദമുയർത്തി ചോദിച്ചു, നിങ്ങളുടെ മകൾക്കൊരു രഹസ്യ ഭർത്താവുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാനത് തെളിയിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവളെയും ഒപ്പം നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ നാട് കടത്തുന്നതാണ് എന്ന് പറഞ്ഞു. ഇല്ല മഹാരാജാവേ, എൻ്റെ മകൾ നിർദോഷിയാണ്. തിലകപത്മൻ വലിയ സങ്കടത്തോടെ അങ്ങോട്ട് പറഞ്ഞു. ഇല്ല, നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. ഇന്നേക്ക് 41 ദിവസത്തിനകം ഞാനത് തെളിയിക്കും. നോക്കിക്കോളൂ. ഇത്രയും പറഞ്ഞ കുപിതനായ രാജാവ് വേഗം അകത്തേക്ക് പോയി. പാവം നമ്മുടെ തിലകപത്മൻ അയാൾ കടുത്ത മാനസിക വിഷമത്തോടെയാണ് അന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി വന്നത്. അയാൾ നേരെ മകളുടെ മുറിയിൽ ചെന്ന് നോക്കി. അവിടെ ഒരു കട്ടിലിൽ ലീലാവതിയും മറ്റൊരു കട്ടിലിൽ നമ്മുടെ വിക്രമിയും അങ്ങനെ ഉറങ്ങിക്കിടക്കണം. അയാളുടെ മകളെ വെറുതെ ശങ്കിച്ചതിൽ അയാൾക്ക് വലിയ മനസ്താപവും തോന്നി. എന്നാൽ നമ്മുടെ രാജാവോ, അദ്ദേഹം വെറുതെ ഇരിക്കുന്ന തരക്കാരനായിരുന്നില്ല. ഉടനെ അദ്ദേഹം ഒരു സംഘം ഭടന്മാരെ നമ്മുടെ തിലകപത്മന്റെ ആ ഗൃഹത്തിന് സമീപം അങ്ങോട്ട് നിർത്തി. എന്നിട്ട് ആരെല്ലാം എപ്പോഴെല്ലാം ആ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് എന്നുള്ളത് അറിയാനും കുടുംബാംഗമല്ലാത്ത ഏതെങ്കിലും യുവാവ് അവിടെ എത്തിയാൽ ഉടനെ അയാളെ കയ്യോടെ പിടിച്ചു കൊണ്ടുവരാനും വേണ്ടി നമ്മുടെ രാജാവ് ഭടന്മാരെ അങ്ങോട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ രാജഭടന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. എന്നാൽ ആ ഗൃഹത്തിലേക്ക് പുറമേ നിന്ന് ആരും കടന്നു ചെന്നതായി ആ ഭടന്മാർക്ക് അങ്ങോട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 39 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയും തൻ്റെ ഊഹം ശരിയാണെന്ന് സ്ഥാപിക്കാൻ അപ്പോഴും നമ്മുടെ രാജാവിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ രാജാവിന് അങ്ങോട്ട് ഇരിക്കപ്പുറതി ഇല്ലാണ്ടായി. ഉടനെ അദ്ദേഹം കൂടുതൽ ഭടന്മാരെ വീണ്ടും നിയോഗിച്ചു. അങ്ങനെ 40-ാം ദിവസമായി. അന്ന് രാത്രി ഇത്തിരി ഉഷ്ണം കൂടുതലായിരുന്നു. രാത്രി എല്ലാവരും ഉറക്കായി. പക്ഷേ വിക്രമിക്കും ലീലാവതിക്കും ചൂട് മൂലം അങ്ങോട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇന്ന് രാത്രി പുറത്തിറങ്ങി ആ മരച്ചുവട്ടിൽ കിടക്കാം എന്ന് വിക്രമി പറഞ്ഞു. അദ്ദേഹം തൻ്റെ സ്ത്രീവേഷം മാറ്റി ഒരു മുണ്ടും ഉത്തരീയവും ധരിച്ച് പുറത്തു വന്നു. അങ്ങനെ വിക്രമാദിത്യനും ലീലാവതിയും കട്ടിൽ പുറത്തേക്കിട്ട് അതിനു മുകളിൽ കിടക്ക വിരിച്ച് ഉറങ്ങാൻ കിടന്നു. തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മുകളിൽ ഉറക്കമിളച്ച്
തിലകപത്മന്റെ ആ ഗൃഹത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്ന 4 ഭടന്മാർ ആ കാഴ്ച കണ്ടു. ഒരു യുവാവും യുവതിയും മുറ്റത്തെ മരച്ചുവെട്ടിൽ കിടന്നുറങ്ങുന്നു. എന്താ കഥ? ശബ്ദമുണ്ടാക്കാതെ അവർ മതിൽ ചാടി ആ വീട്ടുമുറ്റത്തെത്തി. ഇളംകാറ്റിന്റെ തണുപ്പിൽ നല്ല ഉറക്കത്തിൽ ആണ്ട് കിടന്ന ലീലാവതിയെയും വിക്രമാദിത്യനെയും അവർ കട്ടിലൂടെ പൊക്കിയെടുത്ത് പുറത്തിറങ്ങി. കുറേ ദൂരം നടന്ന് വഴിയിൽ കണ്ടൊരു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിൽ അവർ ആ കട്ടിൽ മെല്ലെ ഇറക്കി വച്ചു. കട്ടിലിൽ കിടന്നവർ ഇതൊന്നും അറിയാതെ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. നാലമ്പലം പുറത്തു നിന്ന് അടച്ച് അവർ പുറത്ത് കാവൽ നിന്നു. പിറ്റേ ദിവസം നേരം പുലർന്നാൽ നേരെ രാജകൊട്ടാരത്തിലെത്തി രാജാവിന് മുന്നിൽ അവരെ 2 പേരെയും ഹാജരാക്കണമെന്നായിരുന്നു ആ ഭടന്മാരുടെ ഉദ്ദേശം. ഈ സമയത്ത് നമ്മുടെ മധുരനായികയുടെ ഗൃഹത്തിലായിരുന്ന മന്ത്രി ഭട്ടി മധുരനായികയുടെ ചുവരിന്റെ ഒരു പ്രത്യേക കോണിലിരുന്ന് ഒരു ഗൗളി ചിലച്ചത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഗൗളി ശാസ്ത്രത്തിൽ അതീവ പണ്ഡിതനായിരുന്നു നമ്മുടെ ഭട്ടി. പെട്ടെന്ന് അദ്ദേഹം ചാടി എണീറ്റു. വിക്രമാദിത്യനെയും ലീലാവതിയെയും സ്വഗൃഹത്തിൽ നിന്ന് ചിലർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് 4 നാഴിക വടക്ക് ഒരു ക്ഷേത്രത്തിലെ നാലമ്പലത്തിൽ ബന്ധനസ്ഥനാണ് എന്ന് ഭട്ടി പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ മധുരനായകിയും പരിഭ്രാന്തയായി. എന്തായാലും നമുക്ക് അവരെ രക്ഷിക്കണം എന്ന് ഭട്ടി പറഞ്ഞു. പക്ഷേ എങ്ങനെ എന്ന് അവൾ ചോദിച്ചു. അതിന് വഴിയുണ്ടാക്കാം എന്ന് ആശങ്ക തെല്ലുമില്ലാതെ ഭട്ടി അവളോട് മറുപടി പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ മധുരനായകിയുടെ ആ ഗൃഹത്തിൽ നിന്ന് ഒരു ശാന്തിക്കാരനും കൂടെ താലത്തിൽ പൂക്കളുമായി ഒരു വൃദ്ധയും പുറത്തിറങ്ങി. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഭട്ടിയും മധുരനായകിയുമായിരുന്നു. അങ്ങനെ അവർ നടന്ന് ആ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ആ സമയത്ത് ഭടന്മാർ അവരെ തടഞ്ഞു. ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. ഇതെന്ത് കഥ എന്ന ശാന്തിക്കാരൻ്റെ വേഷത്തിലെത്തിയ ഭട്ടി പറഞ്ഞു. 7:30 വെളുപ്പിന് മുൻപായി നട തുറന്ന് ഇവിടെ ഉഷപൂജ പതിവുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ മടങ്ങിപ്പോയിക്കോളാം. നിങ്ങൾ എന്താ ദേവനുള്ള പൂജ തടയാനുള്ള പുറപ്പാടാണോ എന്ന് ഭട്ടി ചോദിച്ചു. അത് കേട്ടപ്പോൾ ആ ഭടന്മാരൊന്ന് ശങ്കിച്ചു. എന്നാ ശരി, എങ്കിൽ വേഗം പോയി നട തുറന്ന് വിളക്ക് വച്ച് പൂജയും മറ്റും പെട്ടെന്ന് കഴിച്ച് പുറത്തിറങ്ങി പോരൂ. പക്ഷേ പൂജ കഴിക്കാൻ പോയാൽ പൂജ കഴിച്ചോളണം, അല്ലാതെ ഇടം വലം നോക്കരുത് എന്ന് ഭടന്മാർ പറഞ്ഞു. അത് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ഭട്ടിയും മധുരനായകിയും വേഗം ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. നാലമ്പലത്തിൽ വിക്രമാദിത്യനും ലീലാവതിയും അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഭട്ടി അവരെ ഉണർത്തി വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. രക്ഷപ്പെടാനുള്ള വഴിയും ഉപദേശിച്ചു. അടുത്ത ക്ഷണത്തിൽ വിക്രമാദിത്യനും ലീലാവതിയും ശാന്തിക്കാരുടെ വേഷങ്ങൾ അണിഞ്ഞ് അമ്പലത്തിൽ ദീപം തെളിഞ്ഞു. മണി മുഴങ്ങുന്ന ശബ്ദമുയർന്നു. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് പോയ അതേ രീതിയിൽ തന്നെ ഒരു ശാന്തിക്കാരനും വൃദ്ധ സ്ത്രീയും അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് പോവുകയും ചെയ്തു. ഭടന്മാർ നേരം പുലരുന്നതിന് മുൻപ് വീണ്ടും ആ കട്ടിലും ചുമലിലേറ്റി രാജകൊട്ടാരത്തിലെത്തി. കട്ടിലിൽ ലീലാവതിയും ഒരു യുവാവുമാണ് ഉറങ്ങുന്നതെന്നും അവർ രാജാവിനെ ധരിപ്പിച്ചു. ആ കട്ടിൽ അതേപടി ഒരു മുറിക്കുള്ളിലാക്കി വാതിലടച്ച് പൂട്ടാൻ രാജാവ് ഭടന്മാരോട് നിർദ്ദേശിച്ചു. രാജാവ് ആ ക്ഷണത്തിൽ തന്നെ നമ്മുടെ തിലകപത്മനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ലീലാവതിയെ ഒരു യുവാവിനൊപ്പം ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്, വേഗം പോയി നോക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട് തിലകപത്മൻ ഞെട്ടിപ്പോയി. ചങ്കിടിപ്പോടെ അയാൾ രാജാവിനോടൊപ്പം ആ മുറിയിലേക്ക് നടന്നു. പക്ഷേ അവിടെ കോമളനായ ഒരു യുവാവും മധുരനായകി എന്ന ഒരു ദാസിയെയുമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതെന്റെ മകളല്ല എന്ന ആശ്വാസത്തോടെ തിലകപത്മൻ ഉറക്കെ പറഞ്ഞു. വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങിയ ഞങ്ങളെ കട്ടിലിലൂടെ തട്ടിക്കൊണ്ടു വന്നത് ആരാണെന്ന് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു രാജാവേ. അങ്ങ് എന്തിനിത് ചെയ്തു എന്ന് മധുരനായകി തേങ്ങി കരഞ്ഞുകൊണ്ട് ചോദിച്ചു.
അത് കേട്ട് രാജാവ് ലജ്ജിതനായി ശിരസ്സു കുനിച്ചു. ഉടനെ രാജാവ് എല്ലാവരോടും മാപ്പ് ചോദിച്ചു. തൻ്റെ തെറ്റിദ്ധാരണയും ഭടന്മാരുടെ വങ്കത്വവുമാണ് ഇങ്ങനെയൊക്കെ വരുത്തി വച്ചതെന്ന് രാജാവ് കുറ്റസമ്മതത്തോടെ പറഞ്ഞു. ഭട്ടിയെയും മധുരനായികയെയും ഉടൻ അവരുടെ വീട്ടിലെത്തിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അതിനുശേഷം ആ ഭടന്മാർക്ക് കണക്കിന് ശകാരവും ശിക്ഷയും കിട്ടി. വീണ്ടും പഴയപടി നമ്മുടെ ലീലാവതിയും വിക്രമിയും അവരുടെ സൗധത്തിൽ അങ്ങനെ ഒരുമിച്ച് സന്തോഷമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്രതീക്ഷിതമായി നമ്മുടെ വ്യാപാരി കതിരേശന്റെ മകൻ സുഗതൻ മടങ്ങി വന്നു. അയാളുമായിട്ടായിരുന്നു ലീലാവതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത്. പണ്ട് വേറെ ഏതോ ദേശത്ത് താന്തോന്നിയായി കഴിഞ്ഞിരുന്ന സുഗതൻ ഒടുവിൽ തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തി എന്നറിഞ്ഞപ്പോൾ തിലകവൽപ്പന ആശ്വാസമായി. പക്ഷേ സുഗതന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ പറ്റിയുള്ള വാർത്തകളും അതിനൊപ്പം അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സുഗതൻ തിലകപത്മന്റെ വീട്ടിലെത്തി ലീലാവതിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ എന്ന തിലകപത്മനും അങ്ങോട്ട് സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ലീലാവതിക്ക് അയാളോടൊത്ത് കഴിയാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഈ സങ്കടത്തിൽ നിന്ന് എന്നെ കരകയറ്റണമെന്ന് അവൾ വിക്രമാദിത്യനോട് അങ്ങോട്ട് അപേക്ഷിച്ചു. വിഷമിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്ന് വിക്രമാദിത്യൻ ലീലാവതിക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം സുഗതൻ തിലകപത്മന്റെ വീട്ടിൽ വന്നപ്പോൾ ലീലാവതിയെ കണ്ടില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിക്രമിയെ അയാൾക്ക് വലിയ ഇഷ്ടമായി. ലീലാവതിയുടെ കൂട്ടുകാരിയുമായി അയാൾ ചങ്ങാത്തത്തിലുമായി. എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എപ്പോഴാണ് സൗകര്യം എന്ന് സുഗതൻ ചോദിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ കുളപ്പുരയിൽ വരാമെന്ന് വിക്രമി വാക്കുകൊടുത്തു. അങ്ങനെ സുഗതൻ അന്ന് രാത്രി പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധ ലേപനങ്ങളൊക്കെ പൂശി കുളപ്പുരയിലെത്തി. വിക്രമിയുമായി അടുത്തുകൂടാൻ നോക്കിയ അയാൾക്ക് കണക്കിന് കിട്ടി. വിക്രമി കരവാൾ കൊണ്ട് അയാളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. സുഗതൻ ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തൻ്റെ ഭാവി ഭാര്യയെയും അവളുടെ പിതാവിനെയും ഇനി എങ്ങനെ അഭിമുഖീകരിക്കും എന്ന മനപ്രയാസവും മൂക്കുപോയ വേദനയും മൂലം അയാൾ നാട് വിട്ടു. അതിനുശേഷം ആ മനുഷ്യൻ പിന്നീട് മടങ്ങി വന്നില്ല. അങ്ങനെ വിക്രമിയുടെ വേഷം ഉപേക്ഷിച്ച് വിക്രമാദിത്യൻ ലീലാവതിയുടെ മുന്നിലെത്തി. ഇനി നിനക്ക് ആ വങ്കന്റെ ഉപദ്രവം ഉണ്ടാവില്ല. എൻ്റെ വേഷപ്പകർച്ചയിൽ ഞാൻ നിർത്തുകയാണ്. നാളെ രാവിലെ സുഗതനെയും വിക്രമിയെയും കാണാതായി എന്ന് നാട്ടുകാർ അറിയും. അവർ ഇരുവരും ഒളിച്ചോടി എന്ന വാർത്ത പരക്കും. ആ വാർത്തയ്ക്ക് വേണ്ട പ്രചാരം ഭവതിയും ചേർന്ന് നൽകണം. വിക്രമാദിത്യന്റെ വാക്കുകൾ ലീലാവതി ശ്രദ്ധയോടെ കേട്ടു. പിറ്റേന്ന് സുഗതൻ വിക്രമി എന്ന യുവതിയുമായി നാട് വിട്ട കഥ നാട്ടിൽ പാട്ടായി. തിലകപത്മന് അത് വലിയ നാണക്കേടുണ്ടാക്കി. പക്ഷെ പിന്നീട് അത് നന്നായി എന്ന് അയാൾക്ക് തോന്നി. ഇങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവളുടെ ഭാവി എന്താവും എന്നോർത്തപ്പോൾ ഉർവശി ശാപം ഉപകാരം എന്ന് അയാൾ മനസ്സിൽ പതുക്കെ പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ആ രത്നവ്യാപാരി മകളെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അയാൾ തിരിച്ചു വന്ന് വിക്രമി എവിടെ എന്ന് ചോദിച്ചാലോ? എന്ത് മറുപടി പറയും? ഒടുക്കം അങ്ങനെ തന്നെ സംഭവിച്ചു. ഭട്ടി ആ പഴയ രത്നവ്യാപാരിയുടെ വേഷത്തിൽ ഒപ്പം ഒരു യുവാവിനെയും കൂട്ടി അവിടെ മടങ്ങിയെത്തി. കൂടെ ഉണ്ടായിരുന്ന ആ യുവാവ് നമ്മുടെ വിക്രമാദിത്യനായിരുന്നു. ഉടനെ അവർ രണ്ടുപേരും തിലകപത്മന്റെ വസതിയിലെത്തി. എന്നിട്ട് തിലകപത്മനോട് രത്നവ്യാപാരിയുടെ വേഷം ധരിച്ച നമ്മുടെ ഭട്ടി പറഞ്ഞു, അങ്ങയുടെ സഹായത്താൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറി. എൻ്റെ മകളുടെ ഭർത്താവിനെ എനിക്ക് തിരികെ ലഭിച്ചു. ഇനി മകളെയും കൂട്ടി അങ്ങട് സ്വദേശത്തേക്ക് മടങ്ങാമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ തിലകപത്മൻ ഒന്നും മിണ്ടാതെ അവിടെ സ്തംഭിച്ചു നിന്നു. ഹേയ്, വേഗം എൻ്റെ മകളെ വിളിക്കൂ, അവളെ കാണാൻ
എനിക്ക് ധൃതിയായിരിക്കണു എന്ന് ഭട്ടി പറഞ്ഞു. എൻ്റെ പൊന്നു സുഹൃത്തെ, എന്നോട് മാപ്പാക്കണം. താങ്കളുടെ മകളെയും കൊണ്ട് എൻ്റെ ഭാവി മരുമകൻ ആകേണ്ടിയിരുന്ന സുഗതൻ എന്ന ചെറുപ്പക്കാരൻ ഒളിച്ചോടി. അവൻ തിരിച്ചു വന്നപ്പോൾ അവന് ഈ വീട്ടിൽ ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം നൽകിപ്പോയി. എനിക്ക് പറ്റിയ അബദ്ധമാണത് എന്നൊക്കെ തിലകപത്മൻ ക്ഷമാപണപൂർവം രത്നവ്യാപാരിയുടെ വേഷം ധരിച്ച ഭട്ടിയോട് പറഞ്ഞു. എന്തിനു പറയണു? അതോടെ ആകെ അങ്ങോട്ട് ബഹളായി. വ്യാപാരിയുടെ വേഷത്തിലെത്തിയ ഭട്ടിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. തൻ്റെ ഭാര്യയെ കൂടാതെ ഒരു ജീവിതമില്ലെന്ന് കൂടെ വന്ന യുവാവും അങ്ങോട്ട് പറഞ്ഞു. താൻ രാജാവിനെ സമീപിച്ച് പരാതി പറയാൻ ഭാവിക്കുകയാണെന്ന് കൂടെ വന്ന യുവാവ് തിലകപത്മനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി. അതോടെ അയൽക്കാരും സ്ഥലത്തെ പ്രധാനികളും എല്ലാവരും രംഗത്തെത്തി. ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ചർച്ചയായി. ഒടുവിൽ കൂടെ വന്ന യുവാവിന് വിക്രമിക്കു പകരം തൻ്റെ മകൾ ലീലാവതിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തിലകപത്മൻ അങ്ങോട്ട് സമ്മതിച്ചു. അങ്ങനെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. ഒടുക്കം നമ്മുടെ ലീലാവതിയുടെ കൈപിടിച്ച് വിക്രമാദിത്യൻ ഭട്ടിയോടും വേതാളത്തോടും കൂടി ഉജ്ജയിനിയിലേക്ക് യാത്ര തിരിച്ചു. കഥയുടെ അവസാനം സാലഭഞ്ജിക ഭോജരാജാവിനോട് ചോദിച്ചു, ബുദ്ധിശക്തിയിലും ധീരതയിലും ഞങ്ങളുടെ വിക്രമാദിത്യ രാജാവിന് തുല്യം ആരെങ്കിലും ഉള്ളതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അവൾ പറഞ്ഞത് ശരിയാണെന്ന് നമ്മുടെ ഭോജരാജാവ് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇരുന്ന ആ മഹാസിംഹാസനത്തിൽ അങ്ങയെപ്പോലൊരു സാധാരണ രാജാവ് കയറിയിരിക്കാൻ എന്തിനാണ് തിടുക്കം വയ്ക്കുന്നത്? അതിന് മറുപടി പറയാൻ നമ്മുടെ ഭോജരാജാവിന് വാക്കുകൾ കിട്ടിയില്ല. അദ്ദേഹം അന്നത്തെ പരിപാടികളൊക്കെ നിർത്തി നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അങ്ങനെ വിക്രമാദിത്യ കഥയിലെ 6ാമത്തെ സാലഭഞ്ജിക ഭോജരാജനോട് പറഞ്ഞ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ 7ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥയുമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.